ഹലോ ഗേസ്, പൂപ്പീസ് വരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കുഞ്ഞു വ്ളോഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വീടുമായി ബന്ധപ്പെട്ട കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു ഗാർഡനും ഞങ്ങളെ ഇവിടെ ഒരു താമര പിടിപ്പിച്ചിരുന്നു. അപ്പോൾ ആ താമര വിരിഞ്ഞെല്ലാം റെഡി ആയിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരട്ടോ. അപ്പം താമര ഫിറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോസും കാര്യങ്ങളാണ് കേട്ടോ ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കണ്ടിട്ട് നമുക്ക് താമര സ്വന്തം വാങ്ങിച്ചിട്ട് കുഴിച്ചിടാം കേട്ടോ. ഇത് നമ്മുടെ കുഞ്ഞു ഗാർഡനാണ് കേട്ടോ. അപ്പം ഇവിടെയാണ് കേട്ടോ നമ്മുടെ താമര ഇവിടെ സെറ്റാക്കിയത്. കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ വേണം. അപ്പം താമര ഒരാൾ വന്ന് ഫിറ്റ് ചെയ്തതാണ്. ഏകദേശം 1000-ൻ്റെ പുറത്ത് കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മുട്ടായി വന്നപ്പോൾ തന്നെ നല്ല സന്തോഷമുണ്ട്. ഏകദേശം ഒരു 2 മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് നമ്മുടെ താമര വിരിഞ്ഞത് കേട്ടോ. അപ്പം ഇന്നും രാവിലെ എന്തായെന്നറിയാൻ ഭയങ്കര ഒരു കൗതുകമാണ്. ഇന്ന് വിരിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇന്ന് വിരിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ പിറ്റേന്ന് രാവിലെ തന്നെ നേരത്തെ താമരയാണ് കേട്ടോ വന്ന് നോക്കിയത്. ഏകദേശം വിടർന്ന് വരാനായിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ ഭയങ്കര ആകാംക്ഷയാട്ടോ, കാരണം നമ്മൾ റിയലായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. ഈ സ്മെല്ല് അടിക്കുമ്പോൾ നമ്മുടെ ഒരു അമ്പലത്തിൻ്റെ പ്രതീതിയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം മൊത്തത്തിൽ ഇതാ വിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പിറ്റേ ദിവസമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ പൈസ കൊടുത്തതിന് കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ ഒരുപാട് ഇലകളുണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു പിങ്ക് കളറുണ്ട് കേട്ടോ. അപ്പോൾ അതും മുട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഇത് വന്നത് നമ്മുടെ ടൊമാറ്റോ ആണ് കേട്ടോ. അപ്പോൾ ടൊമാറ്റോ പഴുത്തിട്ടില്ല, 2 ദിവസം കൂടെ കഴിഞ്ഞാൽ പഴുക്കും. ഇനി നമ്മുടെ വീടിൻ്റെ ഇവിടെയൊക്കെ റോഡ് വരാൻ പോവാണ് കേട്ടോ. സാധാരണ ഒരു ചെറിയ റോഡാണ്. സ്ഥലത്തിൻ്റെ സർവേ കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ പോകേണ്ടത് ഇതാ ഇവിടെയാണ് കേട്ടോ റോഡ് വരാൻ പോണത്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളാണ് ഇവിടുന്ന് പോണത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ റോഡ് ഇതാ ആ താഴെ വരെ താവാൻ പോവട്ടോ. അവിടെയൊക്കെ നല്ല ആ ഇറക്കത്തിന് കണക്കാക്കിയിട്ട് ഇവിടെ നിന്നെല്ലാം മണ്ണെടുക്കും കേട്ടോ. അപ്പം ഞങ്ങളിതാ താഴേക്കാണ് ഇറങ്ങട്ടോ അവിടുന്ന്. പിന്നെ ഇവിടെ ഉള്ളൊരു കിണറാണ് കേട്ടോ ഇത്. എല്ലാവരും ഇവിടെ നിന്നാട്ടോ വെള്ളം കൊണ്ടുപോവുക. ഇതുമേതാ കപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. കപ്പൊക്കെ ഇട്ടതാ കമ്പിയൊക്കെ ഇട്ടിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ ഇവിടെ പൊന്തിച്ചിട്ടാണ് കേട്ടോ വെള്ളം കോരുക. അപ്പം നമുക്ക് വെള്ളം ഒന്ന് കാണാം കേട്ടോ. നല്ല തെളി വെള്ളം കേട്ടോ. നല്ല പാറമെന്ന് വരുന്ന വെള്ളം കേട്ടോ. കുറച്ച് ആഴം കിണർ കാണുമ്പോണ്ടല്ലോ നമ്മുടെ ONV കുറിപ്പ് രചിച്ചൊരു കവിത ഇല്ലേ, തൊടിയിലെ കിണർ വെള്ളം കോരി കുടിച്ച് എന്ത് മധുരമെന്നോതുവാൻ മോഹം. അതാണ് കേട്ടോ ഓർമ്മ വന്നത്. റോഡിന് കുറ്റി ഇതാ കിണറിൻ്റെ അടുത്താണ് കേട്ടോ എത്തിയിരിക്കുന്നത്. അപ്പോൾ കിണർ പോകാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇതൊക്കെ നമ്മുടെ റോഡിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പം റോഡിന് വീതി കൂട്ടുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ അപ്രത്യക്ഷമായി പോകും കേട്ടോ. ഇത് നമ്മൾക്ക് വെറും ഓർമ്മകൾ മാത്രമായിരിക്കും. ഇനി ഇത് നമ്മുടെ കൈതച്ചക്കയാണ് കേട്ടോ. കൈതച്ചക്കൊക്കെ ഏകദേശം ഒരു ജനുവരി ഫെബ്രുവരി മാസത്തിലേക്കൊക്കെ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. ഏകദേശം ആ ടൈം ആകുമ്പോഴൊക്കെയാണ് ഇത് ഉണ്ടാവൽ. അപ്പം ഏപ്രിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതിന്ന് പറിച്ചിട്ടാണ് കണി വയ്ക്കാനൊക്കെ എടുക്കാറുള്ളത്. ഇത് നമ്മുടെ ടൊമാറ്റോ ആണ് കേട്ടോ. ഒക്കെ പഴുക്കാൻ വേണ്ടി കാത്തുന്നതാണ്. ഇനി അതും കൂടെ നമുക്കൊന്ന് പറിച്ചെടുക്കാം. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടായി കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമല്ലേ മനസ്സിനൊക്കെ. ഇത് നമ്മുടെ ഉണ്ടച്ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഓണത്തിന് നമ്മൾ ഇരുന്നാണ് ഫ്ലവറൊക്കെ പറിച്ചെടുത്തത്. ഏകദേശം ഫ്ലവറൊക്കെ ഉണ്ടായി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതൊരു വെറൈറ്റി ചെടിയാണ് കേട്ടോ. കുറച്ച് വലിയ മരമാണ്. ഇതിൻ്റെ ഫ്ലവർ വന്നിരിക്കുന്നത് റെഡ് കളറാട്ടോ. ഇതിൽ 2 ഫ്ലവർ ഉണ്ടാവും. ഒന്ന് മഞ്ഞ ഉണ്ടാവും, ഒന്ന് ചുവപ്പ് ഉണ്ടാവും. ഇതിൻ്റെ ഫ്ലവർ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോലാണ് കേട്ടോ. നമ്മളിങ്ങനെ പിടിച്ചു നോക്കിയാൽ
നമുക്ക് മനസ്സിലാവും പ്ലാസ്റ്റിക്കിൻ്റെ പോലെ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഈ പച്ച ഇലമേൽ നല്ല റെഡ് കളർ മഞ്ഞ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ചിലതിലൊക്കെ മഞ്ഞ ഫ്ലവർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയെല്ലാമാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. താങ്ക് യു.